യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നിനക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭു, വെള്ളം കോരാൻ എനിക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളത്. പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവൻ ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിഗളിക്കുകയും അരുവിയാകുകയും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്കു തരുക, മേലിൽ എനിക്കു ദാഹിക്കുകയില്ല. വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. എൻ്റെ ബഹുമാനമുള്ള ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ ബഹുമാനമുള്ള എല്ലാ പിതാക്കന്മാരെ, ഇന്ന് എൻ്റെ യുവജനങ്ങളെ, എല്ലാ മക്കളെ, പെമ്മക്കളെ, ഇന്ന് അന്താരാഷ്ട്ര എൻ്റെ വനിത മക്കളെ, പെമ്മക്കളെ, നിങ്ങളെല്ലാം സുഖമായിരിക്കണം, നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം, സന്തോഷം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ആചരണ ദിവസമാണ്. ഇന്ന് എല്ലാ പെമ്മക്കളും എല്ലാവർക്കും അവിടെ അവരൊക്കെ വേദന അനുഭവിക്കുകയാണ്. ഈ അമ്മ പറഞ്ഞിരുന്നു, അമ്മയ്ക്കും വേദനയുണ്ട്. പെണ്ണായി ജനിച്ചതിന് വേദന ഒത്തിരി അനുഭവിച്ച ഒരമ്മയാണ്. അപ്പോൾ അത് കുറേശ്ശെയൊക്കെ ഇതൊക്കെ മാറി വരുമോ മക്കളെ? നിങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊന്നും ഒരാപത്തും വരാം. പെമ്മക്കൾ സഹനം, പെണ്ണില്ലെങ്കിൽ നമുക്ക് ഒരിടത്തും ഒരു ഇതുമേ നടക്കില്ല. പെണ്ണിന് അത്രയ്ക്ക് വിലയുണ്ട്, പെമ്മക്കൾക്ക് വിലയുണ്ട് മക്കളെ, നമുക്ക് വിലയുണ്ട്. എൻ്റെ ചില മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ, നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം, നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായിത്തീരണം. എല്ലാ മക്കളും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനത്തിൽ പറഞ്ഞ പോലെ ഈ വചനം ദൈവമാണ് മക്കളെ, അത് സത്യമാണ്. അമ്മ ഈ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവം മനസ്സിലുണ്ടെങ്കിൽ ഈ വചനമാണ് ദൈവം, അല്ലേ? ദൈവമാണ് വചനം. ഈ വചനത്തിനെ സ്നേഹിച്ചാലാണ് നമുക്കൊരിക്കലും ദാഹിക്കുമോ? ഒരിക്കലും ദാഹിക്കൂല. ജീവൻ്റെ ജലമാണ് വചനം. ഈ വചനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും ദാഹിക്കൂല. വചനത്തെ തന്നെ സ്നേഹിക്കാനാണ് പറയുന്നത്. വചനമായ വെള്ളം, അതാണ് യേശു. അതാണ് ദൈവം. ദൈവത്തിൽ കൂടി പറയണ ഈ വചനത്തിന് തന്നെ മക്കളെ. ഈ വചനം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല മക്കളെ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണ്. അതുപോലെ അത് സത്യമാണ്. നമ്മളെ ഹൃദയത്തിൽ അത് കൊണ്ടുവരികയാണെങ്കിൽ ജീവൻ്റെ ജലം എന്ന് പറയുന്നത് നമ്മളെ ഈ വചനം തന്നെയാണ്. ഈ വചനത്തിൻ്റെ നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് നമുക്കൊരിക്കലും ദാഹിക്കുകയില്ല മക്കളെ. നമുക്കൊരിക്കലും എപ്പോഴും നമ്മളെ കൂടെ തുണയുണ്ടാകും. ഗൾഫിൽ ഇരിക്കുന്ന മക്കളെ, നിങ്ങളെല്ലാം ഇത് കേൾക്കണം. അമ്മയുടെ ഈ യൂട്യൂബ് വഴി കേൾക്കണം. എല്ലാ മക്കളും നിങ്ങൾ സന്തോഷമായിരിക്കണേ. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ അനുഗ്രഹമുള്ള മക്കളാണ്. നിങ്ങളെല്ലാം കരുണയുടെ സഹായം ചെയ്യണം. ഈ ഒരു മാസവും നിങ്ങളെല്ലാം കരുണയുടെ സഹായം ചെയ്യണം. എല്ലാ മക്കളും, ഗൾഫിൽ ഇരിക്കുന്ന മക്കളെല്ലാം, എല്ലാ മക്കളും ചെയ്യാൻ പറ്റണ എല്ലാ മക്കളും ഒരു നേരം ആഹാരം എല്ലാം മാറ്റിവെച്ച് നിങ്ങളെല്ലാം കരുണയുടെ സഹായം ചെയ്യുമ്പോൾ ദൈവം നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം ദൈവം തന്നെ ചെയ്യും മക്കളെ. വചനത്തെ നിങ്ങൾ സ്നേഹിക്കുക. ദൈവമാണ് വചനം. നമ്മൾക്ക് ഈ വചനത്തെ നമ്മൾ സ്നേഹിച്ച് നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ദാഹിക്കുമോ? ഇല്ല മക്കളെ, ഒരിക്കലും ദാഹിക്കൂല. ഈ വചനം തന്നെ നമുക്ക് വചനമായ ദൈവത്തെയാണ് അമ്മ സ്നേഹിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. ഇത് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദൈവമേ ഉള്ളൂ. അമ്മയ്ക്കും ദൈവമേ ഉള്ളൂ. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. അമ്മ എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊന്നും ഒരാപത്തും ഒന്നുമില്ലാതെ ദൈവമേ നിങ്ങളെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ സംരക്ഷണമായി കാക്കാനും ദൈവമേ എല്ലാ അനുഗ്രഹങ്ങൾ തരാനും, നിങ്ങൾക്ക് ജോലികൾ, നിങ്ങൾക്ക് ശമ്പളങ്ങൾ കിട്ടാടങ്ങൾക്ക് ശമ്പളങ്ങൾ എല്ലാം ദൈവം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും മക്കളെ. നിങ്ങൾ സന്തോഷമായി സമാധാനമായിരിക്കുക. നിങ്ങൾ മക്കൾ, കുടുംബം, നിങ്ങളെ മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾക്ക് വേണ്ടി നല്ല പഠിക്കുവിൻ മക്കളെ. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാം ഉണ്ട്. നിങ്ങളും വചനമായ ഇത് നിങ്ങൾ സ്നേഹിക്കുക മക്കളെ. സ്നേഹിക്കുമ്പോൾ നമുക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. ദൈവമാണ് വചനത്തിൽ കൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അല്ലാതെ നമുക്ക് എങ്ങനെയും സംസാരിക്കാൻ പറ്റില്ല. വചനത്തിൽ കൂടെയാണ്, സത്യമായ വചനമാണ്. ഈ വചനം ഒരിക്കലും തെറ്റല്ല. ഈ വചനത്തിൽ പറയുന്നത് പോലെയാണ് നടക്കുന്നത്. യുദ്ധവും പേമാരിയും മഴയും കൊടുങ്കാറ്റും ഇതെല്ലാം ഈ വചനത്തിലുണ്ട്.
എല്ലാം വചനത്തിൽ നടക്കും പോലെയാണ് സംഭവിക്കുന്നത് മക്കൾ. അതുകൊണ്ട് വചനം സത്യമാണ്. ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുക. വചനം അത് നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ദാഹിക്കുകയില്ല. ഈ ജീവൻ്റെ യേശുവും സമരിയക്കാരിയുടെയും ഈ കഥ പറഞ്ഞതുപോലെ ദൈവം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഈ വചനമായ ദൈവം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ദാഹിക്കില്ല മക്കളെ. നമുക്കൊന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. എൻ്റെ മക്കളെ, നിങ്ങൾ ഗൾഫിലിരിക്കുന്ന മക്കളെല്ലാം ഈ വചനത്തെ സ്നേഹിക്കുക. എല്ലാ മക്കളും വചനത്തെ സ്നേഹിക്കുക. സ്നേഹിക്കാനുള്ള വചനങ്ങളുണ്ട്. നമ്മളെ ഹൃദയത്തെ സ്പർശമാക്കുന്ന ഓരോ വചനമുണ്ട്. ഇതെടുത്ത് നിങ്ങൾ ഓരോ വചനവും നിങ്ങൾ കാണാതെ മനസ്സിൽ അത് ഗ്രഹിക്കുക. അത് ഗ്രഹിക്കുമ്പോൾ നമുക്കതിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം തരാൻ തന്നെ ചെയ്യും. അതിനെ മുറുകെ പിടിച്ച് നമുക്ക് മുമ്പോട്ട് നടക്കാം മക്കളെ. ദൈവം സ്നേഹമാണ് മക്കൾ. നമുക്ക് അയൽവാസികളോടെല്ലാം സ്നേഹിക്കാം മക്കൾ. അടുത്തിരിക്കുന്ന മക്കളോടെല്ലാം സ്നേഹമായിരിക്കാം. അമ്മേരോടെ ഇപ്പോൾ ഇവിടെ എല്ലാം ഉള്ളവരെല്ലാം നല്ല സ്നേഹമാണ്. അവരെല്ലാം നല്ല സ്നേഹമായിരിക്കണം. അമ്മയ്ക്ക് ഒരു ശത്രുക്കളുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് ആരും ശത്രുക്കളില്ല. എല്ലാവരും നല്ല സ്നേഹമായിരിക്കണം. ഒരു കുഴപ്പമില്ല. നിങ്ങളും സ്നേഹമായിരിക്കുക. ഈ സ്നേഹം നിങ്ങൾക്കും എല്ലാവർക്കും അത് അനുഗ്രഹമായിരിക്കട്ടെ. എൻ്റെ ചെല്ല മക്കളെ, അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കും. അമ്മയിൽ കൂടിയാണ് ദൈവം. അമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. എല്ലാ ദിവസവും ദിവ്യകാരുണ്യം വായിൽ സ്വീകരിക്കുമ്പോൾ ആരെ സ്വീകരിക്കണേ? ദൈവത്തെ സ്വീകരിച്ചിട്ടാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും മക്കളെ. അപ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ ആരുണ്ട്? ദൈവമുണ്ട്. ഇപ്പോഴും അമ്മ പള്ളിയിൽ പോയി കുർബാന എടുത്തിട്ടാണ് അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന എടുത്തിട്ട് വന്നാണ് അമ്മ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഗൾഫിൽ ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും ഇവിടെ ജോലി ചെയ്യണം എല്ലാ മക്കൾക്ക് വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കുന്നത് ഇത് കുർബാന വായിൽ സ്വീകരിച്ചിട്ടാണ്. അത് ദൈവത്തെ സ്വീകരിക്കണം മക്കളെ. നമ്മൾ ദൈവത്തെ സ്വീകരിച്ചിട്ടാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ആ വചനത്തിന് ശക്തിയുണ്ട്. അമ്മ വിശ്വസിക്കുകയാണ്. അമ്മയ്ക്ക് വിശ്വാസമാണ് ഭയങ്കരം. ഈ ദൈവത്തിന്, ഈ വചനത്തിന്, ഈ ദൈവമായ വചനത്തിന് അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ വചനമാണ്. വചനമായ ദൈവത്തിനെയാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ നടക്കും. അമ്മ പറയണ കാര്യങ്ങൾ അതുപോലെ നടക്കും. അമ്മ തന്നെ ജീവനെ ബലികഴിപ്പിക്കുക അങ്ങനെ പറഞ്ഞുകൂടാ. പക്ഷേ പ്രാർത്ഥിച്ചു. എൻ്റെ മക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രാർത്ഥന അമ്മ പ്രാർത്ഥിച്ചു. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം. ഇന്ന് അന്താരാഷ്ട്ര ഈ വനിതാ ഇതിൽ ഈ ഒരു പെണ്ണായ അമ്മയ്ക്ക് ഇത്രയും ശക്തമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറയുവാനും പറ്റുകയാണെങ്കിൽ അതിൻ്റെ ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ് മക്കളെ. ഈ വചനം പെണ്ണ് അമ്മ എന്ന് പറയുന്നതിന് ഒരു വിലയുണ്ട് മക്കളെ. വിലയുണ്ട്. എൻ്റെ ചെല്ല മക്കളെ, അമ്മ പറയണത് അനുസരിക്കുവിൻ. നിങ്ങൾ ഈ വചനത്തെ സ്നേഹിക്കുവിൻ. വചനത്തെ നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെ ഹൃദയത്തിൽ ദൈവം വസിക്കും മക്കളെ. ദൈവം നിങ്ങൾക്ക് ഓരോന്നിനും ഉത്തരം തരും. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം കരുണയുടെ സഹായം ചെയ്യണം. എല്ലാ മക്കളും, ഇത് എൻ്റെ സ്വരം കേൾക്കണം. എല്ലാ മക്കളും നിങ്ങൾ കരുണയുടെ സഹായം, ഒരു നേരം ആഹാരം മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ള ഈ കരുണയുടെ സഹായം എൻ്റെ ചെല്ല മക്കളെല്ലാം ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അമ്മ നേർന്നു കൊള്ളുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു കുഴപ്പവുമില്ല. എൻ്റെ ചില മക്കൾക്കൊന്നും ഒരു കുഴപ്പവും വരികയില്ല. ദൈവത്തെ ഹൃദയത്തിലും വചനത്തെ ഹൃദയത്തിലും സൂക്ഷിക്കുന്ന ഒരു മക്കൾക്കും ഒരാപത്തും ദൈവം തരികയില്ല മക്കളെ. നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായിരിക്കും. കണ്ണീരും ദുരിതവും എല്ലാം ഉണ്ട് മക്കളെ. കണ്ണീര് തുടച്ചാലേ നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ തരൂ. കരഞ്ഞില്ലെങ്കിൽ നമുക്ക് അനുഗ്രഹമില്ല. നമ്മളെല്ലാം ഒറ്റയാണ് മക്കളെ. നമ്മളെല്ലാം ഒറ്റയാണ്. നമുക്ക് ദൈവമേ ഉള്ളൂ. എല്ലാവർക്കും ഈ ദൈവമായ വചനത്തിന് നമുക്ക് മുറുകെ പിടിക്കാം. എൻ്റെ ചെല്ല മക്കളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരണേ. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം. ഞാൻ നിർത്തിയാണ്. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ നാട്ടിലെ എല്ലാ മക്കളും അനുഗ്രഹമുള്ള മക്കളും ക്ഷമിക്കുവാനും സഹിക്കുവാനും എല്ലാം ഉള്ള മക്കളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ നിർത്തുകയാണ്.